ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതാണ് മൈൻക്രാഫ്റ്റ്. അവന്റെ ഇന്ന് നമ്മള് ഷിപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ക്രീപ്പറിന്റെ മോന്ത എടുത്ത് മാറ്റിയിട്ടില്ലേ? അത് പിന്നെ പണ്ടേ ഉള്ളതല്ലേ. അപ്പൊ നമുക്ക് ഇതാണ് ഇമോട്ട് ഗൈസ്. മൈൻക്രാഫ്റ്റില് ഇമോട്ടൊക്കെ ഉണ്ട്. അറിയാത്തവർക്ക് ഇതേ കണ്ടോ, ഹൈഡ് ഇമോട്ട്. പിന്നെ കണ്ടോ, ഒരു വലിയൊരു പോർട്ടലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളുടെ. ഇത് ഗോൾഡൻ ഫാം ആണ്, അരുൺ ബ്രോ ഉണ്ടാക്കിയതാണ്. ഓക്കെ ഗൈസ്, ഗോൾഡൻ ഫാം മീൻസ് പിഗ്ലിൻ അല്ലേ? പിഗ്ലിന്റെ ഫാം. പിഗ്ലിൻ ഫാം ഗൈസ്. ഓക്കെ, നമുക്ക് ഷിപ്പിന്റെ പണിയാണ് ഇന്ന് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യണം. വലിയൊരു ഷിപ്പാട്ടോ. ഇതാണ് നമ്മുടെ ഗോൾഡൻ ഫാം. ഇത് ഗോൾഡൻ ഫാമാണ്. ഇതിലാണ് പിഗ്ലിനൊക്കെ വീണ് ഇത് ഇങ്ങനെ ഒഴുകി അവിടെ ചെന്ന് വീഴും. അവിടെ കുറെ പിഗ്ലിൻസ് അവിടെ വീണിട്ടുണ്ട്. ഇതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വേൾഡിൽ കാട്ടണില്ല, അടുത്ത ദിവസം കാട്ടാം. ഇതാണ് നമ്മുടെ ഷിപ്പ്. പകുതി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് 2 സെക്കൻഡ് ആയിരിക്കുമെങ്കിലും ഞങ്ങൾക്ക് ഇത് 2 മണിക്കൂറായിരുന്നു ഗൈസ്. കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ. കുറേ നേരം ഞങ്ങൾ പണി ചെയ്തിട്ടാണ് ഇത്രയും ചെയ്തത്. സോഡൊക്കെ ഇതൊക്കെ മറ്റേ പിഗ്ലിൻ ഫാമിൽ നിന്ന് കിട്ടിയതാണ് ഗൈസ്. ഇത് ഇത്രയും ഗോൾഡൻ സോഡ് കിട്ടി. പിന്നെ നമ്മൾ കുറേ സ്റ്റോൺ കളക്ട് ചെയ്യാൻ പോയതാണ് ഗൈസ്. പ്രശ്നം ഇടയ്ക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാൻ പോയി. അതിന് മുമ്പേ സ്റ്റോണും വുഡൊക്കെ കളക്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ ഷിപ്പിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൊടിയൊക്കെ ഫ്ലാഗൊക്കെ സെറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കണ് ഫെൻസ്. അതിൻ്റെ മുകളിൽ കൊടി വയ്ക്കും. പിന്നെ നമ്മൾ ഇന്നും കാര്യങ്ങളും നമ്മുടെ വേൾഡിൽ നിന്ന് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് ഓരോ നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടുന്ന ഓരോ സാധനങ്ങളും ബ്ലോക്ക് ആക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ കൊണ്ടുപോയി വയ്ക്കും ഗൈസ്. ഈ ഷിപ്പിൽ കൊണ്ടുപോയി വയ്ക്കും. ഈ ഷിപ്പ് ആ ബ്ലോക്കൊക്കെ കൊണ്ട് വേറെ വില്ലേജിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ നമ്മുടെ വേൾഡിൽ നിന്ന് ഓരോ ബ്ലോക്കും പിന്നെ പംകിനും മെലനൊക്കെ കൊണ്ടുപോയി വയ്ക്കുക. അതൊക്കെ എടുക്കാനാണ് ഈ ഷിപ്പ് വരുന്നത് ഗൈസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചത്തിട്ടുണ്ട് ഈ വെള്ളിയിൽ. ഇപ്പം തന്നെ കണ്ട ഇവിടെ വെള്ളമായിക്കൊണ്ട് ചത്തില്ല, അല്ലെങ്കിൽ ഞാൻ ചത്തേനെ. അതിൻ്റെ ഇടയ്ക്ക് എന്നെ സോംബി വന്ന് കൊന്നിട്ടുണ്ട്. സോംബി വന്ന് കൊന്നു. കുറേ പ്രാവശ്യം ഞാൻ ഈ ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ചത്തിട്ടുണ്ട്. റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയെങ്കിൽ ഞാൻ അവിടെയാണ് സ്പോണായേനെ. ഇത് ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ സ്പോണായി. പിന്നെ നമ്മൾ ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ റീസോഴ്സ് ഗ്യാദർ ചെയ്യാൻ പോയതാണ് പ്രശ്നം. ആദ്യമേ ഗ്യാദർ ചെയ്ത് വെക്കണമായിരുന്നു. ഇത് നമ്മൾ ഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് കുറേ നേരം എടുക്കും ഗൈസ്. പിന്നെ സൈഡിൽ കണ്ടില്ലേ പിഗ്ലിൻ ഫാം, ആ പോർട്ടലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുള്ളതുകൊണ്ട് ഗെയിം നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്. കുറേ പിഗ്ലിൻസ് സ്പോൺ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ലാഗ്. പിന്നെ ഭയങ്കര ലാഗാണ് ഈ വേൾഡിൽ. കുറേ സ്കെൽച്ചർ സ്പോണായിട്ട് പിന്നെ ഇപ്പം പിഗ്ലിന് കൂടി ഒരു ഫാമായില്ലേ, അപ്പോൾ ഭയങ്കര ലാഗാണ്. നമുക്ക് സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് വീല് ഞാൻ മര്യാദയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട ഇവിടെ ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ബാക്കിലേക്ക് വീണു. പിന്നെ നമ്മൾ കൊടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ താഴത്ത് നമ്മൾ ബ്രീഡർ സെറ്റ് ചെയ്യും ഗൈസ്. പറ്റുമെങ്കിൽ ബ്രീഡറൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ ഈ വീറ്റിൻ്റെ ബ്ലോക്ക് ഉണ്ട്, അതൊക്കെ ഇങ്ങോട്ട് വെക്കാം. കണ്ട നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ബ്ലോക്ക് ആക്കുമ്പോൾ നല്ല രീതിയിൽ കുറേ വീറ്റ് ഉണ്ടെങ്കിൽ ഇത് പറ്റൂ. നമുക്ക് വേണമെങ്കിൽ വില്ലേജിൽ നിന്ന് ഇത്തിരി എടുക്കായിരുന്നു. പിന്നെ ഈ ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ കള്ളികളിലും ഞങ്ങൾ ഓരോ ഇതുകളൊക്കെയാണ് വെക്കുന്നത്. പംകിന് അങ്ങനത്തെ ഓരോന്നൊക്കെ വെക്കും. പിന്നെ ബോണിൻ്റെ ബ്ലോക്ക് ഉണ്ട്. അത് ബോൺ കൊണ്ട്
ഉണ്ടാക്കാൻ പറ്റുമോ അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ബോൺ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതും ബ്ലോക്ക് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കണം. ഞങ്ങൾ കുറേ നേരം പണിയെടുത്തു ഗൈസ് ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പം അതേ അവനവിടെ വൂള് വെക്കുന്നുണ്ട്. അപ്പോൾ വൂളൊക്കെ ഇവിടെ വെക്കണം. ഞാൻ അടിയിൽ ഗ്രേ കളറിലുള്ള വൂളാണ് വെക്കണത്. ഗ്രേ കളർ കാണില്ല പുറത്തേക്ക്, കാരണം അതിൻ്റെ മുകളിൽ വെക്കുന്നത് വൈറ്റ് കളറാണല്ലോ. ഇത് ഞാൻ പകുതി വെച്ചിട്ടുള്ളൂ, ഇനി മൊത്തമായിട്ട് വെക്കണുണ്ട് ഞാൻ. ഇപ്പം ഇന്നത്തെ വീഡിയോ തിരക്കുള്ളൂ, അവൻ ലെഫ്റ്റായി, അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ട അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഇന്നത്തെ വീഡിയോ തിരക്കുള്ളൂ. ചാച്ചാ, ബൈ ബൈ.